ഹലോ ഗൈസ്, എല്ലാവർക്കും ഷാദി വ്ളോഗിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളെ പഴയ തറവാട്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ പുതിയ പേര കയറ്റിക്കണു. ഇവിടെ നല്ല തണുപ്പാട്ടോ, നല്ല സുഖമാണ് ഇവിടെ നിൽക്കാൻ. ഞങ്ങളിപ്പോൾ പുതിയ പേര കയറ്റിക്കണു. അപ്പോൾ നമുക്ക് പെരൻ്റെ പുറഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഇവിടെ പെരൻ്റെ മുറ്റത്ത് തന്നെ ഒരു മരമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മളെ പോത്തിൻ്റെ ഷെഡ് അതിലുണ്ടായിരുന്നു. പിന്നെ അവിടെ ഡബ്ബർ ഉണക്കണതാണ്. അങ്ങനെ അതിന് അടിയിൽ ടോയ്ലറ്റാണ്. ഇതാണ് നമ്മളെ കോഴിക്കോട്. അപ്പം നമുക്ക് പെരൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇത് പെരൻ്റെ പുറം ഭാഗമാണ്. അവിടെയാണ് ആ കാണുന്ന സ്ഥലമാണ് കിണർ. ആ ഭാഗമാണ് കിണർ. അപ്പോൾ അവിടെ വലിയൊരു ചാമ്പക്കമരമുണ്ട്. ഇപ്പോൾ ഇവിടെ അമ്മായിട്ടാണ് നിൽക്കൽ. ഇതാണ് പെരൻ്റെ ബാക്ക് ഭാഗം. ഇതാണ് ഞങ്ങളെ പെരഭാഗം. അടിയിൽ തോടുണ്ട് കേട്ടോ. ഇത് നമ്മളെ കുഴിച്ചിട്ടതാണ്. അപ്പോൾ പെരഭാഗതാണ്. ആഴന്ന് കാണുന്ന കുറച്ച് അടിക്ക് പോയാൽ തോടുണ്ട് കേട്ടോ. നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് മഴയില്ല. ഇതൊക്കെ ആകെ പൊളിഞ്ഞിട്ട് കേസ്. ഇപ്പം നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചതാണ്. അങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ട് ആക്കിയാണ്. ഇവിടെ നമ്മൾ അടക്കൊക്കെ ഇടൽ. അതാണ് നമ്മളെ കിണർ. അവിടെ വലിയൊരു ചാമ്പക്കമരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ കറുത്ത മരം. നമ്മൾ കറുത്ത് കുഴിച്ചിട്ടല്ല, വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ഇതാണ് നമ്മളെ പെരൻ്റെ ഇതൊക്കെ. അപ്പോൾ ആരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് നമ്മൾ ചാമ്പക്കമരം. 3 ചാമ്പക്കമരം ഉണ്ട്. ഇതാണ് നമ്മൾ കോഴിക്കോട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതാണ് പൂച്ചവാലി അവിടുത്തെ കണ്ടത്. ഇതാണ് നമുക്ക് പെരൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടോ. ഞാൻ പെരൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അമ്മായിച്ചും കടന്ന കട്ടിൽ ഇതൊക്കെയാണ് കേട്ടോ. അമ്മായിക്ക് ഇപ്പോഴും കിടക്കലൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോഴും കിടക്കലൊന്നുമില്ല. ഞങ്ങൾ പുതിയ വരിയിലാണ് കിടക്കൽ. ഇതാണ് നമ്മളെ ഹാള്. ഇതാണ് മെഷീന്. പണ്ടത്തെ മെഷീനാണ് അതൊക്കെ. ഇതൊക്കെയാണ് നമ്മളത് പഞ്ചായത്തിൽ നിന്ന് എഴുതി കിട്ടിയതാണ്. ഇനി നമ്മൾ കോണിക്കോടിൻ്റെ അടുക്ക പോകണേ. ഇതാണ് ഞങ്ങളിതിൻ്റെ മുകളിലാണ് കടന്നീന് കേട്ടോ. ഇവിടെ ലൈറ്റൊക്കെ എപ്പോഴും ലൈറ്റൊക്കെ ഇടുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊരു കോണിയാണ്. ഇവിടെയാണ് ഇൻ്റെ അമ്മയും ഒക്കെ കടന്നീനെ. ഇതൊക്കെ ഇപ്പോൾ പെയിൻ്റ് അടിച്ചതേനു. പെര ഇന്നലെ നല്ലീനു. ഇപ്പോൾ ഒക്കെ പെയിൻ്റ് അടിച്ചതാണ്. പഞ്ചായത്തിൽ എഴുതി കൊടുത്തപ്പോൾ കിട്ടിയത് പെയിൻ്റ് അടിച്ചിക്കാണ്. നല്ലൊരു പെരേനു. അപ്പോൾ നമ്മൾ പുതിയ പെര അയച്ചപ്പോൾ അങ്ങോട്ട് പോയി. ഇനി നമുക്ക് അടുക്കള ഭാഗം ഒന്ന് കണ്ടുവരാം. ഇവിടെ ടൈൽസ് ഇട്ടിട്ടില്ല, ഫുള്ള് കാവ്യാണ് ഇട്ട് തേച്ചിക്കണേ. അതുകൊണ്ട് നല്ല തണുപ്പാണ്. ഇതാണ് മുകൾ ഭാഗം. മുകളിൽ നല്ല രസമാണ് കേട്ടോ. അവിടെ കിടക്കാനൊക്കെ നല്ല സുഖമാണ്. നല്ല തണുപ്പുണ്ടാവും രാത്രിയായാൽ. ഇതാണ് അടുക്കള. നല്ല രസമാണ്. ഞങ്ങൾക്ക് പിന്നെ അടുക്കളയിൽ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് സ്ഥലമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ടാണ് പുതിയ പെര കയറ്റാൻ തന്നെ. വാതിലൊക്കെ പുതിയ വെച്ചാണ്. അപ്പോഴാണ് നമ്മൾ പുതിയ പെര കയറ്റിയത്. ഇതാണ് നമ്മളെ പഴയ പെരയുടെ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതാണ് നമ്മളെ പഴയ പെര. നല്ല തണുപ്പാട്ട് ഇതിൻ്റെ ഉള്ളിൽ. നല്ല നേക്കാണ്. ഇതാണ് എൻ്റെ കാക്കുൻ്റെ റൂം കേട്ടോ. ഇവിടെ ആകെ കട്ടിൽ ഇതൊക്കെ വലിച്ചിട്ട് ആകെ അരപ്പായി കിടക്കാണ്. ഇതൊക്കെ പെയിൻ്റ് അടിച്ചപ്പോൾ ആകെ നീക്കി വെച്ചതാട്ടോ. ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ പുതിയ പെരയ്ക്ക് ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഇവിടെ ഇട്ടുകയാണ്. യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിക്കാണ്. ഇവിടെ എൻ്റെ കാക്കുൻ്റെ റൂം. അപ്പോൾ ഞങ്ങൾ പെര ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ പെര ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് നിങ്ങളെല്ലാവരും ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് വിജയം കാണുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ പെരൻ്റെ ലുക്ക്. അപ്പോൾ നല്ല തണുപ്പാണ് അവിടെ ഇരിക്കാൻ. 2 മരം ഉണ്ടായതുകൊണ്ട്. അനിയൻ അവിടെ സൈക്കിൾ ഓട്ടുണ്ട് കേട്ടോ. അവിടെ സൈക്കിൾ ഓട്ടി കളിച്ചാൽ ഇതാണ് ഞങ്ങളെ പുതിയ പെര കേട്ടോ. പുതിയ പെര അതാണ്. ഇപ്പോൾ അവിടെ 2 എട്ടിയാണ് പെര. അപ്പോൾ അവിടെ ഞങ്ങളെ കിണർ, പിന്നെ ലൈൻ വെള്ളം വരാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ